ശസ്ത്രക്രിയ ഉപകരണം കാണാനില്ലെന്ന ആരോപണത്തിൽ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി ഉണ്ടായേക്കില്ല. ആരോഗ്യമന്ത്രി നേരിട്ടെത്തി കണ്ടെന്നും കൂടുതൽ പ്രതികരണത്തില്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു. മാഡത്തിന് അതങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് സാങ്ഷനാക്കി നെഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു. ESWL ഉടനെ തന്നെ വരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നെ അവരെ കൊണ്ടുപോവുകയോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യില്ല. വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ കാഷ്വലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് അവിടെ എന്തോ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്ന് കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒരുപക്ഷെ ശരിയായിരിക്കും, നമുക്ക് നോക്കിയെടുക്കാം. കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് KGMCT സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റൊസനാര ബീഗം പറഞ്ഞു. ചർച്ചയിൽ ഡോക്ടർ ഹാരിസ് ഹസനും പങ്കെടുക്കും. ഫർദർ എൻക്വയറി ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്, വിശദീകരണം നൽകും. ആ വിശദീകരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ KGMCTയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ളൊരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ പ്രസൻസിൽ വേണം മീറ്റിംഗ് എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണമല്ലോ. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചു. റിനു ശ്രീധർ വിവരങ്ങൾ വെച്ചിരുന്നു. റിനു, കള്ളനാക്കാനുള്ള നീക്കം നടക്കുമ്പോഴും കണ്ണീരണിഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞില്ല. അതിന് കാരണം സർക്കാരും ഏറ്റുമുട്ടലില്ല. അതിന് കാരണം അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആരാധകനാണ്. എം സ്വരാജ് മത്സരിച്ച് തോറ്റപ്പോൾ കിട്ടിയ വോട്ടുകൾ രാഷ്ട്രീയ വോട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നന്നായി ഇടതുപക്ഷ രാഷ്ട്രീയം ഫേസ്ബുക്കിൽ അടക്കം പറഞ്ഞ ആളാണ്. ഇടതുപക്ഷക്കാരനാണ്, ഒന്നാമത്തെ ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ ഈ രീതിയിൽ കള്ളനാക്കാനുള്ള നീക്കം പലയാവർത്തി നടന്നു. ഏറ്റവും കൂടുതൽ ഇന്നലെ നടന്ന വാർത്താ സമ്മേളനവും പൊട്ടിച്ചീറ്റി പ്രതിച്ഛായ നഷ്ടം ഉണ്ടാകും എന്ന് കണ്ടപ്പോഴല്ലേ നടപടി വേണ്ട തീരുമാനത്തിലേക്ക് എത്തിയത്. ഹാരിസിനെ നടപടിയെടുക്കാനുള്ള ഒരു കണ്ടെത്തലും ഇതുവരെ ഉണ്ടായിട്ടില്ല റിനു, ഈ പറയുന്ന ഫേസ്ബുക്ക് പ്രതികരണമല്ലാതെ. തീർച്ചയായും ഹാഷ്മി, മെഡിക്കൽ കോളേജിലെ ഉപകരണ വിവാദം അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു സിസ്റ്റം മുഴുവൻ ഒരു ഡോക്ടർക്കെതിരെ ചില നുണപ്രചരണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടും അത് പാളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത്. എന്തായാലും 5 ദിവസത്തെ അവധിക്ക് ശേഷം ആ അവധി തീരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ യൂറോളജി വിഭാഗത്തിലേക്ക് ഇന്ന് ജോലിക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. ഒരു ഓട്ടോറിക്ഷയിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 1 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ എത്തുകയും ചെയ്തു എന്നുള്ളത്. എന്തായാലും ഈ വിവാദം അവസാനിപ്പിക്കാൻ തന്നെയാണ് സർക്കാർ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായിരുന്ന ഹാരിസ് ഹസനെ ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടെത്തി കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാ രീതിയിലും പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. ആ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടും അദ്ദേഹം അറിയിച്ചത്. ഒരു തരത്തിലും സിസ്റ്റവുമായും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പുമായും സർക്കാരുമായി ഏറ്റുമുട്ടലില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് DME നാളെ കൈമാറും എന്നുള്ളതാണ്. ഒരു കരട് റിപ്പോർട്ട് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും. എന്തായാലും ഹാരിസ് ഹസനെതിരെ ആ റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള പരാമർശവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. അതേസമയം ഡോക്ടർമാരുടെ സംഘടന KGMCTയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണവുമായി രംഗത്തെത്തി. എന്തായാലും ഡോക്ടറെ അനുകൂലിക്കുന്ന നിലപാടാണ് സംഘടനയും എടുക്കുന്നത്. ഡോക്ടറുടെ റൂമടക്കം പരിശോധിച്ചതിലും മറ്റൊരു താഴ്ത്തു പൂട്ടിയതിലും വിമർശനം ഉന്നയിക്കുന്നുണ്ട് സംഘടന. ഒപ്പം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഡോക്ടർക്ക് ഇനി ഉണ്ടാകില്ല എന്നുള്ളത് മന്ത്രിയടക്കം ഉറപ്പ് നൽകി എന്നുള്ളതാണ് സംഘടനാ ഭാരവാഹികൾ മാധ്യമങ്ങളോട് അറിയിച്ചത്. എന്തായാലും ഈ വിവാദങ്ങളെല്ലാം തന്നെ അവസാനിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കള്ളനാക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടു, നല്ല കാര്യം. അത് പരാജയപ്പെടേണ്ട നീക്കം തന്നെയായിരുന്നു അത്. ആ നീക്കങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി നടപടിയൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ആ പാമ്പ് ഡോക്ടർ ഹാരിസ് ഹസൻ പാമ്പ് പിടിച്ച രോഗികൾക്ക് വേണ്ടി ജീവിച്ച് അവരെ ചികിത്സിച്ച് മുന്നോട്ടേക്ക് പോകട്ടെ, ഉപദ്രവിക്കാതിരിക്കട്ടെ ആരും.